എന്തായി? പൂജ തുടങ്ങാറായില്ലേ തിരുമേനി? ആദ്യം വിഘ്നേശ്വര പൂജ ചെയ്യാം. മുഹൂർത്തം ആയിട്ടില്ല, 1 മണിക്കൂർ കൂടിയുണ്ട്. കൃത്യസമയത്ത് തന്നെ തുടങ്ങാൻ നമുക്ക് രാജലക്ഷ്മി അമ്മേ. ആ, പലരും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. സാവിത്രിയും മാലതയും ജഗദീഷും ഒക്കെ എവിടെ? അമ്മായി തയ്യാറാവുന്നതേ ഉള്ളൂ. ചെറിയച്ഛനും ചെറിയമ്മയൊക്കെ ഇപ്പൊ ഇങ്ങ് വരും. നമുക്ക് ചടങ്ങുകൾ തുടങ്ങാം അല്ലേ കൈമളേട്ടാ? പൂജയ്ക്ക് മുമ്പുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് നടക്കട്ടെ. ആ, കുടുംബാംഗങ്ങൾക്കുള്ള വസ്ത്രദാനം ഉണ്ടല്ലോ, അതങ്ങ് നടക്കട്ടെ. ആ, എന്റെ മോനെ ഞാൻ അംഗീകരിച്ചതിന് ശേഷം കുടുംബത്തിൽ നടക്കുന്ന ആദ്യത്തെ പൂജയാ. അതെ, ഏതായാലും ഒരു മകനെ ഇരിക്കപ്പിണ്ടം വെച്ചതല്ലേ, മഹാശാപമാ. ആ ശാപം ഈ പൂജയോടെ തീരും. മകനോട് പൊരുത്തപ്പെടുന്നതോടെ കുടുംബത്തിനും പ്രത്യേകിച്ച് നിന്റെ മനസ്സിനും സമാധാനമുണ്ടാവും. വസ്ത്രദാനം നടക്കട്ടെ. നന്ദിനി, ഇങ്ങ് വന്നേ. നന്നായി വാ മോളെ. സാവിത്രിയുടെയും രാമഭദ്രന്റെയും ജഗദീഷിന്റെയും മാലതയുടെ ഒക്കെ അവര് വരുമ്പോ കൊടുക്ക. മോനെ കാർത്തി. ആ മുത്തശ്ശി. മുത്തശ്ശ, മുത്തശ്ശി. മോളെ മീനാക്ഷി, ഇങ്ങ് വാ. ദാ മോളെ. ദാ കൈമളേട്ടാ, ഇത് ജയരാമന് കൊടുക്ക. നമുക്ക് അവന്റെ മുറിയിലോട്ട് പോവാം. മുത്തശ്ശി. എന്താ മോനെ? മൈഥിലിക്ക് വസ്ത്രം നൽകുന്നില്ലേ? എന്തിന്? കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ? എന്തു മോശം? ചെമ്പകമംഗലത്തെ കുടുംബാംഗങ്ങൾക്ക് വസ്ത്രദാനം നൽകുന്നത്. ഇവിടുത്തെ കുടുംബാംഗം അല്ലല്ലോ. മാത്രമല്ല, ഇവളീ കുടുംബത്തെ ദ്രോഹിച്ചവളാ. വല്യമ്മാവനെ രക്ഷിച്ചത് മൈഥിലിയല്ലേ മുത്തശ്ശി? മനഃപൂർവ്വം സഹായിച്ചൊന്നും അല്ലല്ലോ. വളരെ അപ്രതീക്ഷിതമായി ആ മെയിൽ നേഴ്സ് ജയരാമിനെ ശ്വാസം മുട്ടിക്കുന്നത് കണ്ട് ഇവൾ അലറി വിളിച്ചു. അതൊക്കെ ആരും ചെയ്തു പോകുന്ന കാര്യ. അതൊരു രക്ഷിക്കലാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവക്ക് 4 നേരം ആഹാരം കൊടുക്കുന്നില്ലേ നമ്മള്? അതിനുള്ള ഉപകാരമായി ഇവൾ അതിനെ കണ്ടാ മതി. അല്ലാതെ കയറി അങ്ങ് കുടുംബാംഗം ആവാൻ ശ്രമിക്കേണ്ട നീ. അതിവിടെ നടക്കില്ല. വാ കൈമളേട്ടാ. അല്ല മുത്തശ്ശി.
അല്ലെങ്കിലും നന്ദി കെട്ടവരാ ഈ വീട്ടിലുള്ളവര്. ഈ വീട്ടിൽ ആകെ നന്ദി കെട്ട ഒരേ ഒരാളെ ഇപ്പൊ ഉള്ളൂ. അതെത്ര ഗതി കെട്ടാലും അഹങ്കാരം ഒട്ടും കുറയാത്ത നീയാ. മര്യാദയ്ക്ക് നിന്നോ, അല്ലെങ്കിലേ ഇവിടെ നിന്ന് നിനക്ക് പുറത്തേക്ക് പോവേണ്ടി വരും. യൂസ്ലെസ്. അമ്മേ, വേണ്ട വേണ്ട, എന്റെ മോൻ അവിടെ കിടന്നോളൂ. അതിനങ്ങനെ കുഴപ്പമൊന്നുമില്ലമ്മേ. ഡിസ്കിന്റെ ആ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് മാറാനല്ലേ ബെഡ് റെസ്റ്റ്. അത് മാറണമെങ്കിൽ ബെഡ് റെസ്റ്റ് തന്നെ വേണം. ഇന്നിവിടെ എന്റെ മോന് വേണ്ടിയും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടിയുള്ള പൂജ നടക്കുക. കാർത്തിയും മീനാക്ഷിയും കൂടി ആ പൂജ നടത്തുന്നേ. അമ്മേ, ഞാൻ വരണ്ടേ? മോൻ ഇവിടെ റെസ്റ്റ് എടുത്തോ. പ്രാർത്ഥിച്ചാ മതി മനസ്സില്, വരണ്ട. പൂജയുടെ ആദ്യത്തെ ചടങ്ങാ വസ്ത്രദാനം. മോന് ഷർട്ടുമുണ്ടും തരാനാ അമ്മ വന്നത്. അമ്മേ, കൈമളേട്ടാ, ദാ ഇത് വാങ്ങിക്കുള്ളൂ. വേണ്ട വേണ്ട, നീ എഴുന്നേൽക്കണ്ട, അത് വാങ്ങിച്ചാ മതി. അമ്മേ, ഞാൻ അമ്മയുടെ കാലിൽ തൊട്ടൊന്ന് തൊഴുതോട്ടെ? അയ്യോ മോനെ, എന്തായി കാണിക്കുന്നേ? അതൊന്നും വേണ്ട. കിടന്നോളൂ. മോനെ മോനെ, എന്താ ഇത്? അതൊന്നും വേണ്ട. ഒത്തിരി വൈകിയാണെങ്കിലും എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നു, ഏറ്റവും സ്നേഹത്തോടെ പെരുമാറി. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേട്ടതിന് ഒത്തിരി നന്ദി. എന്റെ തെറ്റുകളെല്ലാം എൻ്റെ അമ്മ ക്ഷമിച്ചു. നീ എന്നോട് ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമിക്കുകയും നീ അതിന് ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഞാൻ നിന്നോട് ചെയ്ത തെറ്റിന് മരണം വരെ ഞാൻ ശിക്ഷ അനുഭവിക്കണ്ടേ? അമ്മേ, ലോകത്തൊരമ്മയും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് എന്റെ മോനോട് അമ്മ ചെയ്തത്. ഇരിക്കപ്പെട്ടു. അച്ഛൻ അന്നു മുതൽ ഇന്ന് വരെ എതിർത്തിട്ടും ഞാൻ അനുസരിച്ചില്ല. നീ നന്ദിനിയോട് ചെയ്ത ക്രൂരത എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം നന്ദിനി ആരും ഇല്ലാത്തവളായിരുന്നു. അവൾ എങ്ങോട്ട് പോകുമെന്ന് ഓർത്തപ്പോ എന്റെ ചങ്കു പൊട്ടിപ്പോയി. അതിലൊക്കെ ഉപരി ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു പെണ്ണിനെ ഉപേക്ഷിച്ച് നീ ആ നെറികെട്ടവളുടെ പുറകെ പോയതിലുള്ള സങ്കടം. എന്നോട് ക്ഷമിക്കമ്മേ. എന്നേ ഞാൻ ക്ഷമിച്ചതാ നിന്നോട്. നൊന്തു പെറ്റ ഒരമ്മയും മക്കളെ പേർക്കില്ല. അവരെ മനസ്സിൽ തട്ടി ശപിക്കില്ല. ഏതൊരമ്മയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് മക്കള് തന്നെയാ. അമ്മയുടെ ലോകം പിന്നെ മക്കളിലൂടെയാ മുന്നോട്ട് പോകുന്നത്. അവരെരിഞ്ഞു തീരുന്നത് അത്രയും മക്കൾക്ക് വേണ്ടി തന്നെ. ഞാൻ നിന്നെ മറന്ന് ജീവിക്കുകയാണെന്ന് നീ കരുതിയെങ്കിൽ നിനക്ക് തെറ്റി മോനെ. ഞാൻ ഇത്രയും വർഷങ്ങള് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അമ്മേ, നീ ഹോസ്പിറ്റലിലായിരുന്നപ്പോ വാശി തീർക്കാനല്ല അമ്മ വരാതിരുന്നത്.
അവിടെ വന്നിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ പൂജാമുറിയിലും അമ്പലങ്ങളിലുമായിരുന്നു. നിനക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു. അമ്മ കരയാതെ, എനിക്ക് സഹിക്കുന്നില്ല. അവള് കരഞ്ഞു തീർക്കട്ടെ മോനെ, മനസ്സിന് ആശ്വാസം കിട്ടട്ടെ. ഇന്നത് ഓർക്കുമ്പോ എനിക്ക് വ്യക്തമായി മനസ്സിലാവുന്നു, ഇതെല്ലാം ദൈവത്തിന്റെ കളികൾ. അല്ലെങ്കിൽ ഈ തറവാട്ടിലെ 2 അനന്തരാവകാശികൾ ഒരുമിച്ച് ചേരുവോ? മീനാക്ഷിയും കാർത്തിയും എല്ലാം ചെയ്തത് ദൈവം തന്നെ. എങ്കിലും കന്യപുത്രനെ അവൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ കൊന്നു കളഞ്ഞ അമ്മയാ ഞാൻ. ആ വലിയ തെറ്റിന് എന്റെ മോനെ ഈ അമ്മയ്ക്ക് മാപ്പ് തരണം. അമ്മേ, ഏയ് അമ്മേ, കരയാതെ. രാജലക്ഷ്മി, മതി. പരസ്പരം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. മനസ്സിപ്പോ പെയ്തു തീർന്ന തെളിഞ്ഞ ആകാശം പോലെയാണ്. ഈ ഒരു നിമിഷത്തിനു വേണ്ടി 19 കൊല്ലത്തോളം കാത്തിരുന്ന എന്റെ പ്രാർത്ഥനയും ദൈവം കേട്ടു. ചെമ്പകമംഗലത്തെ കുടുംബാംഗങ്ങൾക്ക് വസ്ത്രദാനം നൽകുന്നത് ഇവളിവിടുത്തെ കുടുംബാംഗം അല്ലല്ലോ. വല്യമ്മാവനെ രക്ഷിച്ചത് മൈഥിലിയല്ലേ മുത്തശ്ശി? മനഃപൂർവ്വ സഹായിച്ചൊന്നും അല്ലല്ലോ. വളരെ അപ്രതീക്ഷിതമായി ആ മെയിൽ നേഴ്സ് ജയരാമിനെ ശ്വാസം മുട്ടിക്കുന്നത് കണ്ട് ഇവൾ അലറി വിളിച്ചു. അതൊക്കെ ആരും ചെയ്തു പോകുന്ന കാര്യ. ഇവക്ക് 4 നേരം ആഹാരം കൊടുക്കുന്നില്ലേ നമ്മള്? അതിനുള്ള ഉപകാരമായി ഇവൾ അതിനെ കണ്ടാ മതി. അല്ലാതെ കയറി അങ്ങ് കുടുംബാംഗം ആവാൻ ശ്രമിക്കേണ്ട നീ. അതിവിടെ നടക്കില്ല. എന്താ ഇത്? പറയാം. ഞാൻ നിന്നെ സഹായിക്കാനാ വന്നത്, അല്ലാതെ ഉപദ്രവിക്കാനല്ല. എനിക്ക് നിന്നോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, എന്റെ ആങ്ങളെ തേച്ചതിന്. ആ പിന്നെ ഓർത്തു അവന്റെ കയ്യിരിപ്പോ അത്ര ശരിയല്ലാന്ന്. നീയും അവനും കൂടി കാർത്തിയെ തേച്ചു, നീ ഒറ്റയ്ക്ക് അവനെ തേച്ചു. ആ തേപ്പുകാരുടെ ഒരു കാലം. നിങ്ങൾ എന്തിനാ വന്നതെന്ന് പറയും. ആ ചൂടാവാതെ മൈഥിലി, ഞാനിപ്പോ നിന്റെ ശത്രുവല്ല, മിത്രമാ. ആ ഡ്രസ്സുകൾ എല്ലാവർക്കും കൊടുത്തപ്പോ നിനക്ക് മാത്രം തരാതെ നിന്നെ അവർ നാണം കെടുത്തിയപ്പോ എനിക്ക് നല്ല സങ്കടം തോന്നി. ആ എന്തായാലും കുറച്ചുനാളെ നീ എന്റെ താങ്കളുടെ ഭാര്യയായിരുന്നു അവളല്ലേ? ആ വൈശാഖിന്റെ കാര്യം എന്നെ ഓർമ്മിപ്പിക്കില്ലേ അമ്മായി? ഓ നാത്തു മാറി, ഞാനിപ്പോ നിന്റെ പഴയ അമ്മായിയായി മാറിയല്ലോ. അതെങ്ങനെ? മീനാക്ഷിയല്ലേ ഇപ്പൊ കാർത്തിയുടെ ഭാര്യ? ആ അല്ല, ഒരു ബൈ ഇലക്ഷൻ നടന്നാൽ അമ്മായി വേറെ വല്ല കാര്യവും പറയും. നിന്നെ അവര് മാറ്റി നിർത്തിയതിന് എന്റെ വക ഒരു സമ്മാനം. സമ്മാനമായിട്ടൊന്നും കരുതണ്ട. ആ വിലപിടിപ്പുള്ള സാരിയാ.
പിന്നെ നീ ഇത് കൊടുത്ത് നിൽക്കണം. ഇത് പിന്നെ എനിക്ക് തിരിച്ചു തന്നാ മതി. ഞാനൊന്നും ഈ പൂജയ്ക്ക് വരുന്നില്ല അമ്മായി. അതെന്താ? ആ മീനാക്ഷി കയറി കാർത്തിയോട് ഒട്ടി ഒട്ടി ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് കലി ഇളവും. അവരൊട്ടിപ്പിടിച്ചിരിക്കുന്നത് അവസാനിപ്പിച്ചാ പോരെ? എടി പൊട്ടി, ഈ പൂജ നമുക്ക് അലമ്പാക്കിയാ പോരെ? ഇത് നടക്കാതിരുന്നാ തീർന്നില്ലേ പ്രശ്നം? അതെങ്ങനെ? സർവ ഐശ്വര്യ പൂജ ഒരു സകല അലവലാതി പൂജയായി നമുക്ക് നശിപ്പിക്കണം. ആ, അതിന് വഴിയുണ്ട്. എന്തു വഴി? ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഭഗവാനെ, അമ്മൂമ്മയുടെ സുന്ദരി കുട്ടിക്കും മാലയിട്ട് തട്ടേ. ഒറ്റോ വെളിക്കാത്തറത്ത് ഉണ്ണാൻ നടക്കുന്ന ചില ഉണ്ണികളുണ്ടല്ലോ. എന്റെ ദൈവമേ, ഇതിനൊക്കെ ആ സമൂഹ മഠത്തിലേക്ക് പൊക്കൂടെ? അവിടെ ഫ്രീ ചാപ്പാടാ. മൈഥിലി, ഇവിടുന്ന് നിനക്ക് ഡ്രസ്സൊന്നും കിട്ടിയില്ലല്ലോ. പിന്നെ ഇവിടെ എനിക്ക് പുതിയ സാരി. ഇതെന്റെ വിവാഹ സാരികളിലൊന്ന്. കാർത്തി പൂജ ചെയ്യുമ്പോ ഈ സാരി ഉടുക്കുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നി. കാർത്തി മീനാക്ഷി പൂജ ചെയ്യുമ്പോ ഈ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത നീ എന്തിനാ ഇവിടെ അണിഞ്ഞൊരുക്കി നിൽക്കുന്നത്? ഓ, അവരുടെ ഒരു ഒരുക്കം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചെമ്പകമംഗലത്ത് കുടുംബക്കാരുടെ പൂജയാ ഇവിടെ നടക്കുന്നത്. മഹാലക്ഷ്മി വിളങ്ങുന്നിടത്ത് മൂദേവികൾ നിൽക്കരുത്. മോളെ സാവിത്രി, വലിയൊരു ദൈവകാര്യം നടക്കുകയല്ലേ ഇവിടെ. ചില കാര്യങ്ങളിൽ ക്ഷമ കാണിക്കണം. അച്ഛ, മാലതി, എന്താ ജഗദീഷ് ചേട്ടാ? മോളൊന്നിങ്ങ വന്നേ. അവളോട് ആവശ്യമില്ലാത്ത പുന്നാരം കാണിച്ചാലേ നിന്റെ ചെവിക്കൽ നോക്കി ഞാൻ പുന്നാരിക്കും. നിനക്ക് അവളോട് ഇത്തിരി അലിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ദേ, ഇവിടെ വേലകളെ ഇറക്കിയ അടിയും തന്ന് നിന്നെ ഞാൻ പണിക്കേസ് ബംഗ്ലാവിലേക്ക് പറഞ്ഞയക്കും. കേട്ടോടി?
പൂജ ചെയ്യേണ്ട ദമ്പതികൾ ആരാണോ അവരിങ്ങോട്ട് വരാം. പൂജ ചെയ്യുന്നത് നവദമ്പതികളായ കാർത്തിയും മീനാക്ഷിയാ. നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ഈ പീഠങ്ങളിൽ കയറിയിരിക്കൂ. നവദമ്പതികളല്ലേ, കുറെ കൂടി ചേർന്നിരിക്കൂ.